ഹായ്. അപ്പം നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു പൊതുപരിപാടി വേദിയിൽ വിജയ് സാറിനെ എന്താ വെറും ഒരു CM ആണെന്നുള്ള ബഹുമാനം, അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടേഴ്സ് എന്നൊരു ബഹുമാനം പോലും, ആക്ടർ എന്നുള്ള ബഹുമാനം പോലും കൊടുക്കാതെ ഒരു തമാശയ്ക്ക് പറഞ്ഞൊരു വാക്ക് അതെന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇരുന്ന് ഇതാകുന്നത്. തമിഴന്മാർ ചെന്നൈയിലോട്ട് വന്ന് അവന്മാർ ധ്യാൻ ശ്രീനിവാസനെ പഞ്ഞിക്കിടും. വേറൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചേട്ടനായ വിനീത് ശ്രീനിവാസൻ അവിടെയാണ് ഫുൾ സെറ്റിലായിരിക്കുന്നത്. വിജയ് തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിനേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ, എന്നിട്ട് നമുക്ക് പതിയെ 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 CM ആവാം. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് നൻപൻ, നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മன்னிச்சிடுங்க. താങ്ക് യു. അങ്ങനെ പെട്ടെന്നൊന്നും കയറി ഒന്നും അങ്ങനെ ഒരു ലീഡർ ആയത്, ഇപ്പോൾ മുഖ്യമന്ത്രി ആയതല്ല ധ്യാൻ ചേട്ടാ. വ്യക്തമായ പ്ലാനിങ് കൂടി വ്യക്തമായ സമയത്ത് പാർട്ടി രൂപീകരിച്ച് 2 വർഷം ഇതിനു വേണ്ടി തന്നെ ചെലവഴിച്ച് ചാരിറ്റിയും ചെയ്ത് ചുമ്മാ പറഞ്ഞു പോയപ്പറ്റേ ജയിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന മന്ത്രിമാരെ പോലും അല്ലെങ്കിൽ MLA പോലും അല്ല, ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടംപോലെ ചാരിറ്റി പ്രവർത്തികൾ നടത്തിയിട്ട് വ്യക്തമായ പ്ലാനിങ്ങോടെ തന്നെയാണ് പുള്ളി പാർട്ടി രൂപീകരിച്ചതും പാർട്ടി മത്സരിച്ചതും ജയിച്ചതും മന്ത്രിയായതും. ചുമ്മാ ഇങ്ങോട്ട് വന്ന ചാരിറ്റി പ്രവർത്തനം എന്താ ഫ്രോഡ് ഇത് കാണിച്ചെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതൊക്കെ ഭയങ്കര മോശമായ ഒരു പരാമർശം തന്നെയായിരുന്നു നടത്തിയത്. എന്ത് തട്ടിപ്പ് ചാരിറ്റി നടത്തിയെന്ന് പറഞ്ഞാൽ എന്തായാലും ചെന്നൈയിലോട്ട് ഇല്ല, ചെന്നൈ നല്ല പച്ചയ്ക്ക് ഇതാക്കും. പറഞ്ഞല്ലോ തല്ലിക്കൂട്ടി പരിപാടി നടത്തിയാന്ന് ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. CM ആയി കഴിഞ്ഞ് ജനങ്ങളിലോട്ട് നേരിട്ട് ഇറങ്ങിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരിട്ട് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ ഒരു ഇടയ്ക്ക് വീഡിയോ ഇട്ട് പറഞ്ഞ് വാട്ടർ ടാങ്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു 1 മണിക്കൂറിനുള്ള വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് കൊടുത്താണ് ആ നാട്ടിലെ മൊത്തം. ഇതിക്കുള്ള എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്? അപ്പം പറയുന്ന വാക്ക് എന്തൊക്കെ തമാശ, നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, തമാശയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരിങ്ങനെ അടിച്ച് താഴെയിടുന്ന സംസാരം തമാശ രൂപയെ പറയേണ്ട ആവശ്യമില്ല.